ഹമാസിനെ നിരായുധീകരിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. കടുത്ത മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വന്നാലും ഹമാസിന്റെ നിരായുധീകരണം നടപ്പിലാക്കും. രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഹമാസിനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ബന്ദികളുടെ മോചനം വരും ദിവസങ്ങളിൽ നടപ്പാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Was ready a year ago or even a couple of years ago to release all the hostages without any withdrawal from the strip. I say to those, these are lies. What has caused the change or the shift in the position of Hamas, it was only thanks to the political pressure and also thanks to the support you Israeli citizens have given me, and also thanks to the army. And despite the internal and external pressures, we did not give up. If we did so, we would have left Gaza without achieving any of our goals. ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകൾ നാളെ മുതൽ ഈജിപ്തിൽ ആരംഭിക്കാനിരിക്കെ സമാധാന ധാരണ വൈകിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് ട്രംപും അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഐസൻ ജോസാണ് ചേരുന്നത്. ഐസൻ, കടുത്ത മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വന്നാലും പിന്നോട്ടില്ല എന്ന ഒരു നിലപാട് മുന്നിലേക്ക് വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ നാളെ സമാധാന ചർച്ചകൾ ആരംഭിക്കാൻ ഇരിക്കുകയാണ് ഈജിപ്തിൽ. എങ്ങനെയാണ് വിലയിരുത്താൻ സാധിക്കുക ഈ ഘട്ടത്തെ? തീർച്ചയായും കടുത്ത നടപടികൾ, അതായത് ബന്ദികളുടെ മോചനം സംബന്ധിച്ച ധാരണയാണ് ഇക്കഴിഞ്ഞ ദിവസം ഉണ്ടായത്. പലസ്തീൻ ഹമാസ് അംഗീകരിച്ചത് ഇത്തരത്തിലുള്ള ബന്ദികളുടെ പൂർണ്ണമായ മോചനം അംഗീകരിക്കാം, അത് നടപ്പാക്കാമെന്ന് തന്നെയായിരുന്നു. 48ഓളം ബന്ദികളുടെ മോചനം, അതായത് അതിൽ 28ഓളം പേർ ജീവിച്ചിരിപ്പില്ല. അവരുടെ മൃതദേഹങ്ങളും അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന 20 പേരെയും മോചിപ്പിക്കാമെന്ന കൃത്യമായ നിലപാടാണ് ഹമാസ് അറിയിച്ചിരുന്നത്. അത് നടപ്പാക്കുന്നതിനെ കാലതാമസം വരുത്തരുത് എന്ന കൃത്യമായ നിലപാട് ട്രംപ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ, കടുത്ത നടപടികൾ ഉണ്ടായാലും അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന ഉറച്ച നിലപാടിൽ ബെഞ്ചമിൻ നെതന്യാഹു നിലപാടെടുക്കുകയും ചെയ്തത്. കടുത്ത നീക്കങ്ങൾ ഉണ്ടാകുമെന്ന ഉറപ്പ് തന്നെയാണ് അദ്ദേഹം ഇസ്രായേൽ നിവാസികൾക്ക് നൽകുകയും ചെയ്തത്. മറ്റൊരു പ്രധാന വിഷയം അദ്ദേഹം എടുത്തു പറഞ്ഞത്, ഈ ഹമാസിനെ ഇത്തരത്തിൽ ഒരു നിലപാടെടുക്കാൻ പ്രേരിപ്പിച്ചത് രാഷ്ട്രീയ സമ്മർദ്ദം, അതായത് അന്താരാഷ്ട്ര തലത്തിൽ അതിശക്തമായ സമ്മർദ്ദം തന്നെയാണെന്നും അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നീക്കങ്ങൾ ഇസ്രായേൽ നടത്തിയത് തന്നെയാണ് ആ നേട്ടം കൈവരിക്കാൻ കാരണമായതെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, നാളെ മുതൽ ഈജിപ്തിൽ ചർച്ചകൾ നടക്കാനിരിക്കുകയാണ്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, സമാധാന ധാരണകളിൽ ചർച്ചകൾ അനിവാര്യമാണ് എന്നൊരു നിലപാടാണ് ഹമാസ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ മുതൽ ചർച്ചകൾ ഈജിപ്തിൽ ആരംഭിക്കുമെന്നും അറിയുന്നുണ്ട്. തീർച്ചയായും നിലവിലെ സാഹചര്യത്തിൽ ബന്ദികളുടെ മോചനം അധികം വൈകാതെ നടപ്പാകുമെന്ന ഒരു സൂചന തന്നെയാണ് ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് വേഗത്തിൽ തന്നെ നടപ്പാക്കി ബന്ദികളെ മുഴുവനും വീടുകളിൽ എത്തിക്കുക എന്ന ഒരു ദൗത്യമാണ് ഇപ്പോൾ ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും ഏറ്റെടുത്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും കാര്യക്ഷമമായ നടപടികൾ ഉണ്ടാകണമെന്നും വൈകാതെ തന്നെ ബന്ദികളുടെ മോചനം സാധ്യമാക്കണമെന്ന നിലപാടുമാണ് ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമത്തിലൂടെ ലോകത്തെ അറിയിച്ചിരിക്കുന്നത്.